ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് മഞ്ഞൾ കൃഷി ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ വീടുകളിലും ഭയങ്കര യൂസ്ഫുള്ളൊരു സാധനമാണ് കേട്ടോ മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലും തട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കടിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് മഞ്ഞൾ അരച്ച് തേക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് സഡൻ ആയിട്ട് അതിൻ്റെ റിസൾട്ടും കാണാൻ പറ്റും. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മഞ്ഞൾപ്പൊടി വാങ്ങിച്ചാലും അത് മഞ്ഞൾപ്പൊടി എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം അതിനകത്ത് എന്തായാലും കെമിക്കലൊക്കെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പറമ്പില്ലാത്തവർക്കൊക്കെ ഗ്രോ ബാഗിലോ ചാക്കിലൊക്കെ വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വീട്ടിലും തന്നെ ഒരു പച്ചച്ചോട് മഞ്ഞളൊക്കെ വെച്ച് നടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് മഞ്ഞൾ നടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ കൃഷി ചെയ്തതിൻ്റെ മഞ്ഞളുടെ വിത്തൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഞ്ഞൾ വിത്താണ് ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉണങ്ങിപ്പോയ വേരുകളും ഒക്കെ എന്താ പറയുക കളഞ്ഞ് വിത്ത് റെഡിയാക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിന് മഞ്ഞളുടെ തടാന്നാണ് നമ്മൾ പറയുക നമ്മുടെ ഇവിടെയൊക്കെ. അപ്പോൾ ഓരോ സ്ഥലത്ത് ചിലപ്പോൾ ഓരോന്നായിരിക്കും കേട്ടോ. അപ്പോൾ മഞ്ഞളുടെ തടയാണ് നമ്മൾ നടുന്നത്. മഞ്ഞളും നടാട്ടോ, നമ്മളിപ്പോൾ തടയുള്ളതുകൊണ്ട് തടയാണ് നടുന്നത് കേട്ടോ. ഓൾറെഡി അതിനൊക്കെ മുള വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടേണ്ട സമയം ഇച്ചിരി കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസം കഴിയുമ്പോൾ തൊട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ കൃഷി ചെയ്യാം. അതിപ്പോൾ ചേനയായാലും ചേമ്പായാലൊക്കെ നമുക്ക് മാർച്ച് മാസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മഴയും അങ്ങനെ കണ്ട് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് കുറച്ച് നടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞളൊക്കെ ഇതപ്പം തടയായാലൊക്കെ നല്ലോണം മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ നല്ലോണം നനഞ്ഞ് കിടക്കും. അപ്പോൾ നമുക്ക് കിളയ്ക്കാനായാലും തടം എടുക്കാനായാലും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നായിട്ടാണ് കേട്ടോ തടം എടുത്തേക്കുന്നത്. നല്ല നീളത്തിൽ 3 തടമാണ് എടുത്തേക്കുന്നത്. നമുക്ക് 2 സൈഡിൽ വീതം നടാൻ കണക്കാക്കി തടം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മഞ്ഞളിൻ്റെ ഓരോന്നും തടയെടുത്ത് ഞാനത് ഓരോ ഉണങ്ങിപ്പോയി വേരൊക്കെ നല്ലോണം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് നട്ടിട്ടും ബാക്കി ആവുന്നോളം തന്നെ 3 തടത്തിനുള്ളതല്ല ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കൂടുതൽ നടാനുള്ള മഞ്ഞൾത്തടം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ 3 തടമാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് സ്പേസിനനുസരിച്ച് നമ്മളത് ഇതുപോലെ നീളത്തിലാണ് കേട്ടോ തടം എടുത്തത്. ഇതുപോലെ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. നമുക്ക് ഓരോ കുഞ്ഞു തടമായിട്ട് എടുക്കാം. നമ്മൾ കപ്പയ്ക്കും ചേനയ്ക്കും നടും പോലെ അങ്ങനെ നട്ടാലും മതി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എളുപ്പത്തിന് ഇതുപോലെ 3 എടുത്തിട്ട് 2 സൈഡ് വീതം നടുവാണ് കേട്ടോ ചെയ്തത്. നമ്മൾ ഇതിനകത്ത് ചാണകപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. ഓരോ കുഴിയിലും ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഓരോ തടം വീതം നടുവാണ് ചെയ്തത്. വലിയ തടമൊക്കെ ആണെങ്കിൽ ഓരോന്ന് വീതം നട്ടാൽ മതിയാവും കേട്ടോ. അതിന് മുള വന്നത് മേൽഭാഗത്തേക്ക് ആക്കിയിട്ട് ആണ് കേട്ടോ നമ്മൾ ഓരോ തടവും നടുന്നത്. നമ്മുടെ കയ്യിൽ ചാണകപ്പൊടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതിട്ടത്. അത് അല്ലാതെ എന്താ വെച്ചപ്പോൾ കരിയിൽ ഇടുന്നവരും ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ അല്ലാതെ വെറുതെ മണ്ണി കുഴിച്ച് വെക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചാണകപ്പൊടി ഉള്ളതുകൊണ്ട് ചാണകപ്പൊടി ഇട്ടുവെന്നേ ഉള്ളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്തായാലും ഒന്ന് മുളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും കരിയിലോ അല്ലെങ്കിൽ ചപ്പൊക്കെ വെട്ടിയിട്ട് ഒരു കമ്പോസ്റ്റിന് വളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അല്ലാതെ ചാണകപ്പൊടി ഇട്ട് നട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ തടം എടുത്തതൊക്കെ പപ്പയാണ് കേട്ടോ. അപ്പോൾ പപ്പ നടാനുള്ള കുഴി എടുക്കുന്നതിനനുസരിച്ച് ഞാൻ പുറകെ ചാണകപ്പൊടി ഇട്ട് പോകാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ ആദ്യം എല്ലാ കുഴിയിലും ചാണകപ്പൊടി നിറച്ചിട്ടാണ് പിന്നെ വിത്ത് നട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ നടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയപ്പോഴത്തോടെ കുറേ വിത്തൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടഞ്ഞ മഴയൊക്കെ ആയതുകൊണ്ട് കുറേ വിത്തൊക്കെ നമുക്ക് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ നടുവാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്താ പറയുക അടുത്തൊരു തവണ നമ്മൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഒരു വിളവെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ നട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 100% റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ മഞ്ഞളാകുമ്പോൾ നമുക്ക് അധികം ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ നമ്മൾ ചേന നട്ട സമയത്തും ഈ ചാണകപ്പൊടി തന്നെയാണ് കേട്ടോ ഇട്ടിരുന്നത്. ഇപ്പോൾ വേറെ വളങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചേമ്പ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ചേമ്പ് എങ്ങനെ നടുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഈ തവണ നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യാത്ത ചാണകപ്പൊടി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഓരോ തടവെടുത്തിട്ട് മുകളിലേക്ക് വരുന്ന രീതിയിൽ നട്ടിട്ട് ജസ്റ്റ് മുകളിൽ അധികം കട്ടിക്ക് മണ്ണ് ഇടേണ്ട ആവശ്യമില്ല. ശകലം മണ്ണൊന്ന് മൂടി ഇട്ടാൽ മതി കേട്ടോ. ജസ്റ്റ് മുള വരാൻ വേണ്ടിയിട്ട് മേൽഭാഗത്ത് അധികം കട്ടിയില്ലാതെ തന്നെ മണ്ണ് നമ്മൾ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിത്തെല്ലാം നട്ടതിന് ശേഷം കേട്ടോ അതിൻ്റെ മുകളിൽ നമ്മൾ ചപ്പോ അല്ലെങ്കിൽ ചൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് മൂടിയിടും കേട്ടോ. നമ്മളിവിടെ ചൂട്ടാണ് കേട്ടോ. നമ്മുടെ അടുത്ത് ചൂട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഉണക്കച്ചൂട്ടുള്ളതുകൊണ്ട് ഉണക്കച്ചൂട്ട് വെച്ച് നമ്മൾ 3 തടത്തിൻ്റെ മേളിൽ കൂടെ ചൂട്ട് നല്ലോണം ഇട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ആ വിത്ത് നട്ടതിൻ്റെ മുകളിലായിട്ട് ചൂട്ടിട്ടിട്ട് 3 തടവും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു.
മഞ്ഞളൊക്കെ നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചേനവിത്തും കൂടെ നടാൻ ബാക്കി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നട്ടതിൻ്റെ ബാക്കിയായിട്ട് ഒരു ചോടും കൂടെ നമുക്ക് നടാനുണ്ടായിരുന്നു. പക്ഷെ അതും പകുതി സൈഡൊക്കെ ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് ഒരു തടത്തിലുള്ള ചേനവിത്ത് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ അടുത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചേനവിത്തും കൂടെ ആ സൈഡിലായിട്ട് തന്നെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേന നടാനായിട്ട് നമ്മൾ ആ കുഴിക്കകത്തേക്ക് കുറച്ച് കരിയിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കുഴി കുഴിച്ച് അതിന് മുകളിലേക്ക് കുറച്ച് കരിയില ഉണക്ക പ്ലാവിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ കൂട്ടിയിട്ടിട്ട് അതിന് മുകളിൽ പിന്നെയും മണ്ണിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചേന നട്ടത്. അപ്പോൾ നമ്മൾ കരിയില ഉള്ളതുകൊണ്ട് കരിയില നമുക്ക് ചാണകപ്പൊടി അധികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കരിയില ഇട്ടിട്ട് ചേന നടുവാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.